ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മൂന്നാർ ഫോട്ടോ പോയിന്റ് ആണ്. പേര് പോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട്. ഫോട്ടോസ് മാത്രമല്ല കേട്ടോ, ഗൺ ഷൂട്ടിങ്ങും ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പലവട്ടം നമ്മൾ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഹോഴ്സ് റൈഡിങ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇന്ന് നമ്മൾ ഹോഴ്സ് റൈഡിങ്ങും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചു. ഇനിയുള്ള ട്രിപ്പിൽ നമ്മുടെ കൂടെ കുറച്ച് മെമ്പേഴ്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ നമ്മൾ അവരൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ വിട്ടു. പോകുന്ന വഴിക്കൊക്കെ നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കൂട്ടത്തിൽ അതും വാങ്ങി. മൂന്നാർ നിന്നും ഒരു 11 കിലോമീറ്റർ അകലെയാണ് മാട്ടുപ്പെട്ടി ഡാം. സോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മാട്ടുപ്പെട്ടി ഡാമാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി, ഡാമൊക്കെ കണ്ടു. കുറച്ച് ടൈം നമ്മൾ അവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. കാരണം അവിടെ മെയിനായിട്ട് കുറച്ച് ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നേരെ അവിടുന്ന് വിട്ടു. മാട്ടുപ്പെട്ടിയിൽ നിന്ന് നമ്മൾ ഇനി പോകുന്ന വഴിക്കൊക്കെ ഈ ചെറിയ മുട്ടക്കുന്ന് പോലുള്ള പുൽമേടുകൾ കാണാവേ. അങ്ങനെ ഒരു സ്പോട്ടിൽ നമ്മൾ വണ്ടി നിർത്തിയപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ആണെങ്കിൽ ഈ കുറുനരീനെ പോലുള്ള കുറച്ച് ജീവികളൊക്കെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം അതിനെയൊക്കെ നോക്കി ഇങ്ങനെ അവിടെ നിന്നു. പിന്നെ നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ അവിടെ നിന്ന് ഇനി പോകാൻ പോകുന്ന സ്പോട്ടാണ് കേരളത്തിൻ്റെ കാർഷിക ഗ്രാമം എന്നറിയപ്പെടുന്ന പട്ടവടയിലേക്ക്. ഇപ്പോൾ നമ്മൾ ദേവികുളം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു. ഇനി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പാസിംഗ് ടൈം മോർണിംഗ് 6 to ഈവനിങ് 6 ആണ്. അങ്ങനെ ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വട്ടവട കാഴ്ചകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ബൈ ഗൈസ്.